രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുന്നു. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി. രാമകഥ ഭാരതീയ സംസ്കൃതി ഉള്ള നാടുകളിലെല്ലാം, വീടുകളിലെല്ലാം, ജനഹൃദയങ്ങളിലെല്ലാം അനുരണനം ചെയ്യാൻ തുടങ്ങുന്നതായ ഈ വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസം കർക്കിടക മാസം 1-ാം തീയതി മുതൽ വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും അതത് ഭാരതീയ ഭാഷകളിലെ രാമായണവും വായിക്കുന്ന പതിവ് ഹിന്ദുക്കളുള്ള എല്ലാ സ്ഥലത്തുമുണ്ട്. അനാദികാലം മുതൽ നിലനിൽക്കുന്ന പാരമ്പര്യമാണിത്. അങ്ങനെ രാമായണവും രാമകഥയും രാമസംസ്കാരവും എല്ലാ ആളുകളുടെയും ഹൃദയത്തില് ചിരപ്രതിഷ്ഠിതമായി 1000 ആണ്ടുകളായി 10000 ആണ്ടുകളായി നിലനിൽക്കുന്നു. അനേകം രാമായണങ്ങൾ വിവിധങ്ങളായ ഭാഷകളിൽ ഉണ്ടായി. ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് വെളിയിലേക്കും 1000 ആണ്ടുകൾ മുമ്പ് രാമായണം കടന്നു ചെന്നു. അവിടെയെല്ലാം അതത് ദേശീയ ഭാഷകളിലെ രാമായണമുണ്ടായി. അങ്ങനെ ലോകമെമ്പാടും രാമകഥയും രാമസംസ്കാരവും പ്രചരിച്ചു. രാമസംസ്കാരം എന്നത് ഉപനിഷത്തുകൾ നമുക്ക് പകർന്നു തരുന്ന ദർശനവും അതിലധിഷ്ഠിതവുമായിട്ടുള്ള ജീവിത രീതിയാണ്. അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ രാമായണം വളരെ പ്രധാനപ്പെട്ട ഉപാധിയായി തീർന്നു. രാമനെ അറിയാത്തവർ ഈ ലോകത്തിൽ നന്നേ വിരളം. രാമനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളുമാണ് സജ്ജനങ്ങളെല്ലാം തന്നെ. എന്തുകൊണ്ടെന്നാൽ സ്വഭാവത്തെ അത് സമ്പൂർണമായി സാത്വിക മണ്ഡലത്തിലേക്ക് അത് എത്തിക്കുന്നു. അതാണ് രാമകഥയുടെ പ്രയോജനം. അതിൻ്റെ ഫലമായിട്ട് ശാശ്വതമായ സന്തോഷവും ശാന്തിയും സമാധാനവും ഏവരുടെയും ഹൃദയത്തിലുണ്ടാകുന്നു. മനസ്സിലുണ്ടാകുന്നതായ ശാന്തിയും സമാധാനവും കുടുംബങ്ങളെ നിറയ്ക്കുന്നു, അതേപോലെ നാടുകളെ നിറയ്ക്കുന്നു, രാജ്യങ്ങളെ നിറയ്ക്കുന്നു, ലോകത്തെ ആകമാനം നിറയ്ക്കുന്നു. ലോകത്തിൻ്റെ അങ്ങേയറ്റം ശാന്തിപൂർണമായ നിലനിൽപ്പിന് രാമായണം നൽകിയിട്ടുള്ളതായ സംഭാവന വളരെ വലുതാണ്. 1000 ആണ്ടുകൾ 10000 ആണ്ടുകൾ മുമ്പ് തുടങ്ങിയതായ ആ പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വാൽമീകി രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, യാവത് സ്ഥാസ്യന്തിഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്ന്. എത്ര കാലം ഈ പ്രപഞ്ചത്തില് മഹാപർവ്വതങ്ങൾ ഉണ്ടാകുമോ, എത്ര കാലം ഈ പ്രപഞ്ചത്തില് സരസ്സുകൾ നിലനിൽക്കുമോ, നദികൾ നിലനിൽക്കുമോ, സമുദ്രങ്ങൾ നിലനിൽക്കുമോ, അത്രയും കാലം ഈ ലോകമെമ്പാടും രാമകഥ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. രാമായണം എഴുതാൻ വാൽമീകിക്ക്
നിർദ്ദേശവും അനുഗ്രഹവും നൽകിയ ബ്രഹ്മാവ് ആ രാമായണത്തിന്റെ ആയുസ്സിന്റെ കാര്യം പറയുകയാണ്. അത് അനന്തമാണ് ആ ആയുസ്. ലോകമുള്ളിടത്തോളം കാലം അത് നിരന്തരം പ്രചരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഭാഷകളിലും, എല്ലാ നാടുകളിലും, എല്ലാ ജനസമൂഹങ്ങളിലും യാതൊരു കുറവും കൂടാതെ ഇത് പ്രചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ രാമായണം വ്യത്യസ്ത ഭാഷകളിൽ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ രചിക്കപ്പെട്ടു. എല്ലാ നാടുകളിലും രാമകഥയെ ആസ്പദമാക്കിയിട്ടുള്ള കാവ്യങ്ങളും നാടകങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വിവിധങ്ങളായ കലാരൂപങ്ങളും ക്ഷേത്രങ്ങളും ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെ ഉടലെടുത്തു. അത് രാമായണ സംസ്കാരത്തെ ഈ ലോകമെമ്പാടും നിലനിർത്തിക്കൊണ്ട് ഋഗ്വേദം നമുക്ക് പകർന്നു തരുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള മഹാദർശനത്തെ നമ്മുടെ ഹൃദയത്തിലും ലോകത്തിലും ഉറപ്പിച്ച് ലോകത്തെ പ്രഭാവിതമാക്കുന്നു ഓരോ നിമിഷവും. കഴിഞ്ഞ വർഷം കർക്കടക മാസത്തിലെ രാമായണ മാസക്കാലത്ത് ഈ ലോകത്തിലെ ആദികാവ്യമായിരിക്കുന്ന വാൽമീകി രാമായണം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണ്. ആദികാവ്യമാണ് വാൽമീകി രാമായണം. അനേക കാരണങ്ങളാൽ ഇതെല്ലാം കഴിഞ്ഞ വർഷം വിശദീകരിച്ചു കഴിഞ്ഞതുമാണ്. അന്ന് നമ്മൾ കർക്കിടക 1-ാം തീയതി ആരംഭിച്ച രാമായണ പരിശ്രമം അത് ഏതാണ്ട് ഓണം എത്തുന്നതുവരെ തുടർച്ചയായി നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ചിത്രകൂടത്തിൽ എത്തുന്നതുവരെയുള്ള ഭാഗങ്ങൾ അക്കാലത്ത് നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമായി. അയോധ്യാകാന്ഡത്തിലെ 56-ാമത് സർഗത്തിലാണ് രാമൻ ചിത്രകൂടത്തിൽ എത്തിച്ചേർന്ന് അവിടെ ഒരു പർണശാല നിർമ്മിച്ച് ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം സുഖമായി കഴിയുന്നത്. അതുവരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. ഇനി ഈ വർഷം അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ വസിക്കുന്ന ആ ദിനങ്ങളിൽ അയോധ്യയിലും അതേപോലെ തന്നെ ഈ ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിലും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളിടത്ത് നിന്നിട്ട് നാം ആരംഭിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ ചിത്രകൂട നിവാസം വളരെയേറെ ആനന്ദമയമായിരുന്നു. വാൽമീകി മഹർഷിയാണ് ചിത്രകൂടത്തില് ആശ്രമം നിർമ്മിച്ച് പാർക്കുവാനായിട്ട് രാമനും സീതയ്ക്കും ലക്ഷ്മണനും വേണ്ടുന്നതായ നിർദ്ദേശം നൽകുന്നത്. ഭരദ്വാജാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട അവർ യമുനയെല്ലാം തരണം ചെയ്ത് വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഋഷിയെ കണ്ടു, വന്ദിച്ചു. ഋഷിയുടെ അനുഗ്രഹം നേടി രാമനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു വാൽമീകി ഋഷി. അദ്ദേഹമാണ് രാമൻ എവിടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ലയോ ഭഗവാനെ, അങ്ങ് ചിത്രകൂടത്തിന്റെ അടുത്താണ് വാൽമീകിയുടെ ആശ്രമം. ചിത്രകൂടത്തില് അങ്ങ് സസുഖം ആശ്രമം നിർമ്മിച്ച് അവിടെ താമസിച്ച് തപസ് ചെയ്യുക എന്ന് വാൽമീകി മഹർഷി പറയുന്നത്. അങ്ങനെ അവർ സുഖമായിട്ട് ആ ആശ്രമത്തില് പരമമായ പ്രശാന്തതയില് തപസ്സിൽ ലീനരായിട്ട്, അതേപോലെ തന്നെ ആ ആശ്രമ പരിസരത്തിന്റെയും ചിത്രകൂട പർവ്വതത്തിന്റെയും സാനുദേശങ്ങളുടെയും ഒക്കെ രമണീയമായ പ്രകൃതിയെ ആസ്വദിച്ച് ആ പ്രകൃതി പോലെ തന്നെ രമണീയവും അതേപോലെ പ്രശാന്തവുമായ മനസ്സോട് കൂടിയവരായിട്ട് സങ്കല്പങ്ങളെയെല്ലാം പരമാത്മ പാദങ്ങളിൽ ഉറപ്പിച്ച് അവർ ജീവിതത്തെ ധന്യമാക്കുകയായിരുന്നു. തുടർന്ന് വാൽമീകി മഹർഷി നമ്മെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ
ഇനി അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ പ്രധാനം. അതുകൊണ്ടാണ് ഋഷി നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഋഷിയുടെ ആഖ്യാനം അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടിയതാണ്. എന്താണോ നമ്മെ അറിയിക്കേണ്ടത് അതിലേക്ക് എപ്പോഴും അദ്ദേഹം നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ധർമ്മസ്വരൂപനായ രാമന്റെ ചിന്തകളും പ്രവൃത്തികളും ജീവിതവും ഒക്കെയാണ് വാൽമീകി നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ രാമനോടൊപ്പം നമ്മെ കൊണ്ടുപോകും. രാമന്റെ ആ പ്രവൃത്തികളിൽ കൃത്യമായ സ്വാധീനമുള്ളതായ സുപ്രധാന ഘടകങ്ങളെയും ആ അവസരത്തിൽ വാൽമീകി മഹർഷി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. രാമന്റെ ജീവിതത്തെ, രാമന്റെ പ്രഭാവത്തെ, രാമന്റെ സത്യനിഷ്ഠയെ, രാമന്റെ ധർമ്മനിഷ്ഠയെ വളരെയേറെ വ്യക്തമാക്കുന്നതായ സന്ദർഭമാണ് ഇനി തുടർന്നു വരുന്നത്. അത് അയോധ്യയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. രാമന് മാത്രമല്ല, രാമന്റെ സഹോദരന്മാരെയും അവരുടെ മഹിമയെയും ഒക്കെ നമുക്ക് അറിയാനായി സാധിക്കും. നാം അയോധ്യയിലേക്ക് വാൽമീകി ഋഷിയോടൊപ്പം ചെല്ലുന്ന അവസരത്തിൽ അതുകൊണ്ട് വാൽമീകി അതിനുവേണ്ടി നമ്മളെ കൊണ്ടുപോകും. ഇവിടെ നിന്നിട്ട് നമ്മുടെ ഈ വർഷത്തെ രാമായണ പാരായണവും പഠനവും ആരംഭിക്കാം. വാൽമീകി രാമായണമാണ് നമ്മുടെ പഠനത്തിന്റെ വിഷയം. കഴിഞ്ഞ വർഷം മുതൽ, കഴിഞ്ഞ വർഷത്തിന്റെ മുൻപ് 2024 കർക്കടക മാസത്തിലെ 32 ദിവസങ്ങളും കൊണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു.